പാലക്കാട് കപ്പൂരിൽ അനധികൃതമായി സൂക്ഷിച്ച അലോപ്പതി മരുന്നുകൾ പിടികൂടി. ഇമെയിൽ വഴി ലഭിച്ച പരാതിയെ തുടർന്ന് ജില്ലാ ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പ്രദേശത്ത് അനധികൃത മരുന്ന് വിൽപ്പനയും ചികിത്സയും നടക്കുന്നതായി നാട്ടുകാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതെല്ലാം മാനസിക അസുഖങ്ങൾക്ക് യൂസ് ചെയ്യുന്ന മരുന്നുകളാണ്. ഇതൊന്ന് ക്യൂട്ടിയപ്പിൻ എന്ന് പറഞ്ഞ മരുന്നാണ്. ക്യൂട്ടിയപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോട്രോപിക് മരുന്നുകളാണ്. അതായത് മാനസിക അസുഖങ്ങൾക്ക് ഒരു അംഗീകൃത ഡോക്ടറുടെ വളരെ വ്യക്തമായ കുറിപ്പോടും കൂടി മാത്രം സീരിയസ് ആയ അസുഖങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളാണ് ഇതെല്ലാം. പിന്നെ H1 കാറ്റഗറിയിൽ പെടുന്ന മരുന്നുകൾ, ആൻറ്റിബയോട്ടിക്കുകൾ അതുണ്ട്. ഇതിൽ ലിവോഫ്ലക്സാസിൻ എന്ന് പറഞ്ഞാൽ വളരെ ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക്കാണ്. വളരെ കുറച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് ഉള്ള അസുഖങ്ങൾക്ക്, അതായത് കുറച്ച് കൂടുതൽ ശക്തി ഉള്ള ആൻറ്റിബയോട്ടിക് വിഭാഗങ്ങളിൽ പെടുന്ന മരുന്നുകളാണ്. ആ മരുന്നുകളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. നിഖിൽ, ഈ അനധികൃതമായി ഇത്രയും മരുന്നുകൾ സൂക്ഷിച്ചതിന് പിന്നിൽ ആരാണ്? ഇത് കടുത്ത മാനസിക രോഗമുള്ളവർക്ക് നൽകുന്ന മരുന്നുകളാണെന്ന് ഡോക്ടർ പറയുന്നത്, അല്ലെങ്കിൽ ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടു. എന്താണ് വിവരങ്ങൾ? ഗോപീഷൻ, പാലക്കാട് ജില്ലാ ഡ്രഗ് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ ഇമെയിൽ വഴി ലഭിച്ച ഒരു പരാതിയെ തുടർന്നാണ് ജില്ലാ ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഈ പരിശോധന നടത്തിയത്. അനധികൃതമായി സൂക്ഷിച്ച സൈക്കോട്രോപിക് ആന്റിബയോട്ടിക്കുകൾ മാത്രമല്ല, അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം നൽകുന്ന മരുന്നുകളാണ് ഷെഡ്യൂൾ H1 വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ. ഇത് മാരക അസുഖങ്ങൾക്കുള്ളതാണ്. ഇത് സാധാരണഗതിയിൽ ആളുകൾക്ക് ഉപയോഗിക്കുന്നതിനൊക്കെ നിയന്ത്രണമുണ്ട്. ഈ മരുന്നുകൾ അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. അതായത് 10,000 രൂപ വില വരുന്ന മരുന്നുകളുടെ ശേഖരമാണ് ഈ കെട്ടിടത്തിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. കൂനമ്പച്ചി പാറക്കൽ പള്ളിക്ക് സമീപത്തെ സ്വകാര്യ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ മരുന്നുകൾ ഉണ്ടായിരുന്നത്. അലോപ്പതി മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള ലൈസൻസോ മരുന്നുകൾ വാങ്ങിയതിന്റെ ബില്ലുകളോ ഹാജരാക്കാൻ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക്, അതിന്റെ ഉടമയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. സ്ഥാപനത്തിലെ പ്രതിനിധികളോട് ഇത് ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സ്വകാര്യ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടത്തിൽ ഒരു ഫാർമസി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനോട് ചേർന്ന മുറിയിലാണ് മരുന്നുകൾ ഒളിപ്പിച്ചിരുന്നത്. ഇവിടെ വെച്ച് വ്യാജ വൈദ്യ ചികിത്സയ്ക്കൊപ്പം മന്ത്രവാദ ചികിത്സയും നടക്കാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന രോഗികൾക്ക് നൽകുന്നതിന് വേണ്ടിയായിരിക്കണം ഒരു പക്ഷേ ഇത്തരത്തിൽ ഇത്രയധികം മരുന്നുകൾ സംഭരിച്ചു വെച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് രോഗികൾ എത്താറുണ്ട്. എന്തായാലും പാറക്കൽ പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും പരാതിയായിരുന്നു ജില്ലാ ഡ്രഗ് ഇൻസ്പെക്ടർമാർ ഇവിടെത്തി പരിശോധന നടത്തിയതും ഈ മരുന്നുകൾ കണ്ടെത്തിയതും. ഇനി ഈ മരുന്നുകൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ചാലിശ്ശേരി പോലീസും അറിയിക്കുന്നത്. ശരി നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.